ഇംഗ്ലണ്ടുമായുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഗംഭീര വിജയത്തോടുകൂടി ഒരു വമ്പൻ നേട്ടത്തിന് അവകാശിയായിരിക്കുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. ഒരു ദിവസം ബാക്കി നിൽക്കെ ബെൻ സ്റ്റോക്സിനെയും സംഘത്തെയും 106 റൺസിനാണ് ഇന്ത്യ കെട്ടുകെട്ടിച്ചത്. ഇതോടെ 5 മത്സരങ്ങളുടെ പരമ്പരയിൽ 1-1 ഇന്ത്യക്കായിരുന്നു. ഹൈദരാബാദിലെ ഒന്നാം ടെസ്റ്റിലെ ഞെട്ടിക്കുന്ന പരാജയത്തിനു ശേഷമാണ് രണ്ടാം ടെസ്റ്റ് ഇന്ത്യ അതിഗംഭീര തിരിച്ചുവരവ് നടത്തിയത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിനൊപ്പം ഏറ്റവും അധികം വിജയങ്ങളിൽ പങ്കാളിയായിട്ടുള്ള മൂന്നാമത്തെ താരമെന്ന റെക്കോർഡാണ് രോഹിത് കൈക്കലാക്കിയിരിക്കുന്നത്. നേരത്തെ എലൈറ്റ് ലിസ്റ്റിലെ മൂന്നാമൻ മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ MS ധോണിയായിരുന്നു. എന്നാൽ വിശാഖപട്ടണത്ത് നടന്ന രണ്ടാം ടെസ്റ്റിലെ വിജയം ധോണിയെ പിന്തള്ള ഹിറ്റ്മാനെ സഹായിക്കുകയായിരുന്നു. രോഹിത്തിനേക്കാൾ അധികം മുന്നിലല്ല ഈ രണ്ടുപേരും. സച്ചിൻ 307 വിജയങ്ങളിൽ ഇന്ത്യക്കൊപ്പം പങ്കാളിയായപ്പോൾ കോഹ്ലി 313 വിജയങ്ങളിലും ടീമിനൊപ്പം ചേർന്നു. 12 ജയങ്ങൾ കൂടി ടീമിനൊപ്പം നേടിയാൽ സച്ചിനെയും കടത്തിവെട്ടാൻ രോഹിത്തിന് കഴിയും. ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇന്ത്യൻ ടീമിനൊപ്പം 82ാമത്തെ വിജയമാണ് രോഹിത് ഇംഗ്ലണ്ടിനെതിരെ നേടിയത്. 73.21 തകർപ്പൻ വിജയ ശതമാനമാണ് അദ്ദേഹത്തിനുള്ളത്. ചരിത്രമെടുത്താൽ ഇന്ത്യൻ ക്യാപ്റ്റന്മാരിൽ ഏറ്റവും കൂടുതൽ വിജയ ശതമാനം കൂടി നായകനും രോഹിത് കൂടിയാണ്. വിവിധ ഫോർമാറ്റുകളിലായി 296 വിജയങ്ങളിലാണ് രോഹിത് പങ്കാളികളായിട്ടുള്ളത്. ധോണിയാകട്ടെ 292 വിജയങ്ങളിലും പങ്കാളിയായി. ഇനി 2 പേർ മാത്രമേ ഈ ലിസ്റ്റിൽ രോഹിത്തിന് മുന്നിലുള്ളൂ. തൊട്ടു മുമ്പിലെ 2ാം സ്ഥാനത്ത് മുൻ ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കറാണ്. തലപ്പത്താകട്ടെ മുൻ നായകനും റൺ മെഷീനുമായ വിരാട് കോഹ്ലിയുമാണ്. 3 ഫോർമാറ്റുകളുമായി 112 വിജയങ്ങളാണ് അദ്ദേഹം ടീമിനൊപ്പം നേടിയിട്ടുള്ളത്. 82 മത്സരങ്ങളിലും വിജയം കൊയ്യാൻ ഹിറ്റ്മാന് സാധിച്ചു. 26 മത്സരങ്ങളിൽ ടീം തോൽവിക്കേറ്റ് വാങ്ങിയപ്പോൾ 2 മത്സരങ്ങളിൽ സമനിലയിൽ വഴങ്ങി. ഒരു വമ്പൻ റെക്കോർഡും വിശാഖപട്ടണത്തിൽ ടെസ്റ്റിൽ രോഹിത്തിനെ തേടിയെത്തിയിരുന്നു. ഇംഗ്ലണ്ട് ടീം അഗ്രസീവായ ബാസ്ബോൾ ശൈലിയിലേക്ക് മാറിയ ശേഷം അവരെ ടെസ്റ്റിൽ ആദ്യമായി പരാജയപ്പെടുത്തിയ ഏഷ്യൻ നായകൻ കൂടിയാണ് രോഹിത്. അതേസമയം 2 ദിവസങ്ങൾ ബാക്കി നിൽക്കെ 399 റൺസിന്റെ വമ്പൻ വിജയലക്ഷ്യമാണ് ഇംഗ്ലണ്ട് പിന്തുടർന്നത്. പക്ഷേ 4ാം ദിവസം ലഞ്ച് ബ്രേക്കിന് ശേഷം 292 റൺസ് എടുത്ത ഇംഗ്ലണ്ട് പുറത്താവുകയായിരുന്നു. ഇതോടെ ഒരു ദിവസം ബാക്കി നിൽക്കെ 106 റൺസിന് വിജയം ഇന്ത്യ സ്വന്തമാക്കി. ഇന്ത്യക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തിയാണ് ഈ ടെസ്റ്റിൽ ഇംഗ്ലണ്ട് കീഴടങ്ങിയത്. വിക്കറ്റുകൾ വീണുകൊണ്ടിരിക്കുമ്പോഴും അഗ്രസീവ് ഷോട്ടുകളിലൂടെ അതിവേഗം റൺസ് അടിച്ചെടുത്ത് അവർ ഇന്ത്യൻ ടീമിനെ വിറപ്പിക്കുകയും ചെയ്തു. 73 റൺസ് എടുത്ത് സാക് ക്രോളിയായിരുന്നു ഇംഗ്ലണ്ടിന്റെ ടോപ്പ് സ്കോറർ. 3 വിക്കറ്റുകൾ വീതമെടുത്ത ബുംറയും R. അശ്വിനും ചേർന്നാണ് ഇംഗ്ലണ്ടിനെ തകർത്തത്.